ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോണൊരു വ്ളോഗാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറിയത്. ഇപ്പോൾ ഒരു 5:10 ആയിട്ടുണ്ടാവും. 5:20 ആയപ്പോഴത്തേക്കും ട്രെയിൻ വന്നായിരുന്നു. അപ്പോൾ ട്രെയിനിൽ കയറി നല്ലൊരു മോർണിംഗ് ആയിരുന്നു. സൺറൈസൊക്കെ നന്നായി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഒരു ഗാന്ധിജിയുടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വിട്ടു. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലത്തെ കവാടമാണ് ഈ കാണുന്നത്. അങ്ങനെ ഇവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുളത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ഗൈസ്, കുളത്തിൻ്റെ സൈഡിൽ ഒരു മീൻ ചത്ത് കിടക്കുന്നു. വെള്ളം മാറിയത് കൊണ്ടാണ് മീൻ ചത്തതെന്നാണ് ഇവിടെ ലോട്ടറി വിൽക്കണ ചേച്ചി പറഞ്ഞത്. ഈ മീനെടുത്ത് ഫ്രൈ ചെയ്യാൻ കൊണ്ടുപോകണ കുറച്ച് ബിരുദന്മാരുണ്ടെന്നും ആ ചേച്ചി പറഞ്ഞായിരുന്നു. എന്തായാലും ഇത് എന്ത് മീനാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയൊക്കെ കറങ്ങി ബാക്ക് സൈഡിലെ വ്യൂസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നെക്സ്റ്റ് നമ്മൾ പോയത് ഇവിടെ ലുലു മാളിലേക്കാണ് ഗൈസ്. നമ്മളിവിടെ പോയ ദിവസം ഏതായാലും കൊള്ളാം. ഇവിടെ AI ഒരു പ്രോഗ്രാം നടക്കുമായിരുന്നു. അവിടെ റോബോട്ടൊക്കെ ഉണ്ടായിരുന്നു. റോബോട്ടും AI പുതിയ ടെക്നോളജീസൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു. നല്ല അടിപൊളി എൻ്റർടൈനിങ് പരിപാടിയായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഗൈസ് ഞാൻ റോബോട്ടിനെ ഇത്ര അടുത്ത് കാണുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. റോബോട്ടിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ഒരു പിള്ളേരൊരു നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു. റോബോട്ടാണെങ്കിൽ ഒന്നും അനങ്ങാതെ വെറുതെ നിൽക്കുന്നു ഗൈസ്. ഇത് അടിച്ചു പോയോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയായിരുന്നു. ഇവിടെ VR വീഡിയോ ഉണ്ടായിരുന്നു ആസ് യൂഷ്വൽ. പിന്നെ ഇതായിരുന്നു നമ്മൾ കണ്ട പട്ടിയായിട്ടുള്ള റോബോട്ട്. ശരിക്കൊരു പട്ടീനെ പോലെയാണ് ഗൈസ് ഈ റോബോട്ടിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ കുരയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഫ്രണ്ടിൽ തലയെ കിടന്ന് കറങ്ങുന്നുണ്ട്, എന്തിനാ എന്തോ. പട്ടിയാണെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ എല്ലാവർക്കും നിന്ന് കൊടുക്കണ്ടായിരുന്നു ഗൈസ്. സാധാരണ പട്ടികൾക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ഈ റോബോ പട്ടിക്ക് പിന്നോട്ട് പോകാൻ പറ്റും ഗൈസ്. ഇതെന്തിനാണ് ആൾക്കാർ ഈ റോബോട്ട് ഉപയോഗിക്കുന്നതെന്ന് ജസ്റ്റ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിള്ളേർക്കൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. ലുലു മാളിൽ ഏതൊരു ടെക്നോളജി ഫെസ്റ്റ് വന്നാലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് VR വീഡിയോ. അപ്പോൾ ഇത് ഞാനും എക്സ്പീരിയൻസ് ചെയ്തു. VR ഗെയിംസും കളിച്ചു. ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഗോസ്റ്റ് ഹൗസാണ്. ഞാനൊരു വണ്ടി കയറിയിട്ട് ഗോസ്റ്റ് ഹൗസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വിഷ്വൽസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ തന്നെ ഈ VR സാധിച്ചു. ഞാൻ ഈ മേലോട്ടും താഴോട്ടും നോക്കുന്നത് സറൗണ്ടീസ് എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ്. നല്ല അത്യാവശ്യം നല്ല 360 കിട്ടുന്ന ഒരു VR ആയിരുന്നു. നിങ്ങൾ VR എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ പോയ അന്ന് ലുലു മാളിലുണ്ടായിരുന്ന പരിപാടി. പട്ടീനെ കൊടയും കൊണ്ടൊക്കെ കുത്തി ശല്യം ചെയ്യേണ്ടായിരുന്നു. പട്ടി കുരയ്ക്കണില്ല. എല്ലാവരും ചാടി നിൽക്കുന്ന റോബോട്ട് എന്തായാലും ഈ പട്ടി റോബോട്ട് തന്നെ, അത് പറഞ്ഞേ പറ്റൂ. ലേണോവോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഈ റോബോട്ട്. കുറേ പേരൊക്കെ അത് പർച്ചേസ് ചെയ്യാൻ പ്രൈസൊക്കെ ചോദിക്കണ്ടായിരുന്നു. ഞാൻ ചോദിച്ചില്ല. Man or machine, you decide. എന്തായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ റോബോട്ട് അടിപൊളിയായിരുന്നു. Robot, humanoid robot series. പിന്നെ ഫണ്ടൂറിൽ പോയിട്ട് കുറച്ച് ഗെയിംസൊക്കെ കളിച്ച്. അപ്പോൾ ഇത് റോബോട്ടിനെ ഇരുത്താൻ നോക്കുന്ന സീനാണ്. റോബോട്ടിനെ കസേരയുടെ അവിടെ കൊണ്ട് നേരെ ഇരുത്തിയാലേ അത് ഇരിക്കുകയുള്ളൂ. അപ്പോൾ എന്തുമാത്രം ഈ റോബോട്ട് എഫക്റ്റീവ് ആണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.